മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ട് തരത്തിൽ റിപ്പോർട്ട് കാണുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മിസൈൽ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് ആയുധങ്ങൾ ഏകോപിപ്പിക്കുകയും വലിയ നിരീക്ഷണം നടത്തുകയും ഇറാനെതിരെ ഏതെങ്കിലും തരത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ച് ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതേ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടി നൽകാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ചെങ്കടലിൻ്റെ തീരത്തും മെഡിറ്ററേനിയൻ തീരത്തും ഒക്കെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുക്കിയിരിക്കുന്ന വിവരങ്ങൾ ഇറാനുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളോട് പറയുകയും ആവശ്യം വന്നാൽ അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ തങ്ങൾക്ക് കൈമാറണമെന്ന് റഷ്യയോടും ചൈനയോടും പറഞ്ഞിരിക്കുന്ന വിവരങ്ങളാണ് അതിൻ്റെ കൂടെ വായിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇറാനെ ഇല്ലാതാക്കുകയോ ഇറാൻ ഒതുക്കുകയോ ചെയ്യുക എന്നുള്ള അമേരിക്കയുടെ നിലപാട് മിഡിൽ ഈസ്റ്റിൽ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വിവരം കൂടി യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. യുദ്ധം എളുപ്പമല്ലെന്നും കഠിനമുള്ളതാണെന്നും ഇറാനെ ചെറുതായിട്ട് കാണണ്ട എന്നുള്ള വിവരവുമാണ് അമേരിക്കയുടെ ഇൻ്റലിജൻസ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്ന്